ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. വസുക്കളുടെ ശാപകാരണ വൃത്താന്തം. ജഗ്നുജമന്ദാകിനി ഞാനെടോ ഹൈമവതി വന്നതും അത്ര ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥമായി. ആപവമുനിവരൻ ശാപത്താൽ വസുക്കളും ഭൂപതേ തവ സുതന്മാരായുദ്ഭവിച്ചിതു. യമുനാപുത്രൻ വരുണാത്മജൻ വസിഷ്ഠനാമമിത തപോബലമെഴുമാപവൻ മുന്നം കനകാചലപാർശ്വേ വിപിനെ മനോഹരേ മുനി നിർജയ യക്ഷഗന്ധർവ നിഷേവിതേ. ശോഭനമായുള്ളൊരു പർണശാലയും തീർത്തു താപസൻ അനുദിനം തപസാ വാഴും കാലം. ദക്ഷനന്ദനയായ സുരഭി തന്നെയന്നു മുഖ്യനാമാപവനു കൊടുത്തു കാശവനും. യാമുനായ മുനിശ്രേഷ്ഠനാമാശ്രഭൂവി ഹോമധേനുവിനോടും വാഴുന്ന കാലത്തിങ്കൽ. ഹേമശൈലേന്ദ്രപ്രസ്ഥെ വസുക്കളൊരു ദിനം കാമിനീ ജനത്തോടും ക്രീഡിച്ചു നടക്കുമ്പോൾ കാനനെ വീതഭയം സഞ്ചരിച്ചിടും നേരം കാണായി മുനിശ്രേഷ്ഠൻ തന്നെ പശുവിനെ. തക്ഷണേധര പ്രമുഖന്മാരാം വസുക്കളും ലക്ഷണയുതയായ ധേനുതൻ ഗുണങ്ങളാൽ വിസ്മിത ചിത്തന്മാരായി തത്ര നിന്നിടും നേരം സസ്മിതം ചൊല്ലിടിനാൾ തൽക്കനിഷ്ടാത്മേശ്വരി. ഭർത്താവേ കണ്ടീലയോ മുഗ്ധയാം പശുവിനെ, മർത്യഭോഗത്തിനിവൾ യുക്തയല്ലെന്നു തോന്നും. ഗോവിനെ കണ്ട നേരം ദ്യോവിനോടാശ കൈക്കൊണ്ടീ വണ്ണം പറഞ്ഞവളോടുടൻ ദ്യോവും ചൊന്നാൻ. കാമിനീ കുലമൗലിമാലികേ കേട്ടാലും നീ യാമുന മുനിയുടെ ഹോമഗോവിദുനൂനം. തത്തപോവനമിതം സത്യലോകത്തിനൊക്കും ചിത്തമോഹനങ്ങളാം ചിത്രങ്ങൾ കണ്ടീലേ നീ. ഇപ്പശുക്ഷീരം പാനം ചെയ്തിടും ജനങ്ങൾക്കു പിൽപ്പാടൊരാപത്തുകൾ ഉണ്ടാകയില്ല നാഥേ. ക്ഷുൽപിപാസാധിവ്യാധി മരണ ജരാനരാദുൽപ്പത്തി നൃണാം 10,000 ദേവിയും ദ്യോവിൻ വാക്യമീ വണ്ണം കേട്ട നേരം ഭാവസമ്മോദത്തോടു ഭർത്താവിനോടു ചൊന്നാൾ. മാനുഷലോകത്തിങ്കലുണ്ടെനിക്കൊരു സഖി മാനിയാമുശീനര ഭൂപതി തൻ്റെ മകൾ. മാനുഷികളിൽ വെച്ചു മത്സഖിത്വം കൊണ്ടൊരു മാനിനി ജരാരോഗഹീനയായി വർത്തിക്കേണം. മഹസംഗമം കൊണ്ടു കിംഫലമല്ലായിൽ മഹത്വം ഭവാന്മാർക്കും ഭവിക്കും. അതുമൂലം കൊണ്ടുപോകണമതു കാരണം പശുവിനെ കുണ്ഠത കൂടാതെ കണ്ടില്ല സംശയമേതും. മൽപ്രിയമിതിൽ പരം മറ്റൊന്നില്ലെന്നറിഞ്ഞാലും മൽപ്രാണേശ്വര വെടിയായികമാം ഇതുമൂലം. ഇത്തരം കളത്രത്തിൻ വാക്കുകേട്ടതു നേരം സത്വരം ധരാദ്യന്മാരാകും ഭ്രാതാക്കളോടും ഗോവിനെ കയറിട്ടു പിടിച്ചു നടന്നിട്ടു ദ്യോവിനെ മുന്നിട്ടു പോയിടിനാർ വസുക്കളും. വാരുണി ഫലങ്ങളും കൊണ്ടുവന്നിടിനാൻ അന്നേരമാശ്രമഭൂവി കണ്ടില്ല പശുവിനെ. കണ്ടിതു ദിവ്യദൃശ പശുവൃത്താന്തമപ്പോൾ പണ്ഡിതൻ വസിഷ്ഠനും ശപിച്ചു വസുക്കളെ. മാനുഷയോനൗ ജനിച്ചിടുവിൻ നിങ്ങളെന്നു
മാനസകോപത്തോടെ ശപിച്ചതറിഞ്ഞപ്പോൾ ആശ്രമത്തിങ്കൽ വീണ്ടും വന്നുടൻ വസുക്കളും ആശ്രയമില്ല മറ്റെന്നന്മരും കാൽക്കൽ വീണാർ. ഓരോ വത്സരം കൊണ്ടു ശാപം 7 പേർക്കും തീരുക നിങ്ങൾക്കിനി ജോവിനു മനുഷ്യരായി വാസമുണ്ടല്ലോ ചിരകാലമിതറികെന്നും വാസന നാരിമാരിലുണ്ടാകയില്ലതാനും. കളത്രവാക്യമനുസരിക്കും ജനത്തിനു കളത്രമുണ്ടാകാതെ ഇരിക്കതന്നേ നല്ലു. വസിഷ്ഠശാപം അനുഭവിപ്പാനെന്നെ വന്നു വസുക്കൾ സേവിച്ചതു കാരണം ഞാനുമിഹ വസിച്ചു സാർദ്ധം ത്വയ നന്ദനനിവൻ വിഭാ വസു ജ്യോതിഷ്മാൻ ബ്രഹ്മചാരിണാമഗ്രേസരൻ. ബാലകന്മാരെ കൊൽവാൻ കാരണമിതു ഭൂമി പാലക ചിരകാലം കുശലം ഭവിക്കതേ. എങ്കിൽ ഞാൻ കൊണ്ടുപോയി വിദ്യയും പഠിപ്പിച്ചു സങ്കടം തീർത്തു വളർത്താശു നൽകുവനെന്നാൾ. ഉമ്പരിൽ മുമ്പു തേടും വസുക്കൾ ശാപം തീർപ്പാൻ അമ്പോടു വന്നതിൻ്റെ പരമാർത്ഥവും ചൊല്ലി മറഞ്ഞു ഗംഗാദേവി. നരവീരനുമുള്ളിൽ നിറഞ്ഞു പരിതാപം വിരഹവ്യാധി കൊണ്ടേ. പറഞ്ഞ വണ്ണം തന്നെ ഗംഗയും കുമാരനെ പറഞ്ഞു കൂടാതോളം വിദ്യയും പഠിപ്പിച്ചു. നിറഞ്ഞൊഴുകിയിടും യാജ്ഞവീതിരത്തിങ്കൽ ചൊരിഞ്ഞ കണ്ണീരോടും കൊണ്ടുവന്നാക്കിയിടിനാൾ. പിരിഞ്ഞു കളഞ്ഞെന്നെ പോകരുതെന്ന പോലെ തിരിഞ്ഞു തൂണിതന്നിൽ നിന്നുടനെടുത്തോരോ ശരങ്ങൾ കൊണ്ടു പുഴ നടുവേ ചിറകെട്ടി നിറഞ്ഞ യൗവനവും കലർന്നു നിൽക്കുന്നേരം തിരഞ്ഞു മൃഗങ്ങൾ തൻ വഴിയെ ശന്തനുവും വരുന്ന നേരം ഭാഗീരഥിയെ കാണായി വന്നു. കുറഞ്ഞ ജലത്തോടും സ്യന്തമന്ദതയോടും തിരിഞ്ഞാനതിന്മൂലം അന്നേരം കണ്ടു നൃപൻ. പുരങ്ങളരിച്ചവൻ നിന്നരുളുന്ന പോലെ പിറന്ന നേരം കണ്ട നന്ദനൻ തന്നെയെന്നു. ശരങ്ങളോടു വില്ലും പൂർണ്ണ യൗവനവും കണ്ടറിഞ്ഞതില്ലയല്ലോ ശന്തനു നന്ദനനെ. മറഞ്ഞു കളഞ്ഞതു താതനെ മോഹിപ്പിപ്പാൻ. കുറഞ്ഞൊന്നുള്ളിൽ ശങ്ക ശന്തനുവിന്നുമുണ്ടായി. വിരഞ്ഞു വെളിച്ചത്തു കാട്ടേണം ഗംഗാദേവി. ചിരം ഞാൻ അപേക്ഷിക്കും പുത്രനെ ഭക്തപ്രിയെ. നിറഞ്ഞ രൂപത്തോടും പ്രത്യക്ഷീകരിച്ചുടൻ പറഞ്ഞു ഗംഗാദേവി നിന്നുടെ പുത്രനിവൻ കുറഞ്ഞോ നല്ലയല്ലോ ഗുണങ്ങളിവനുള്ളൂ. പിരിഞ്ഞിടാതെ നിത്യം അരികെ വച്ചുകൊള്ളുക. മറഞ്ഞു പോകും തവ ശത്രുക്കളെല്ലാമെന്നു പറഞ്ഞു ഗംഗാദേവി. മറഞ്ഞു നൃപേന്ദ്രനും കുറഞ്ഞു പരിതാപം തന്നുടെ തനയനു പറഞ്ഞു കൂടാതോളം ഗുണങ്ങൾ കാൺകയാലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം